യൂറോപ്പിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബിന് പോയിട്ട് അങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടിയിട്ട് ഹവർലി 18 യൂറോ വരെ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്നാൽ അങ്ങനെയുള്ളൊരു കമ്പനീനെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അതായത് എൻട്രി ലെവൽ ജോബുകളാണെങ്കിലും പാർട്ട് ടൈം ജോബുകളാണെന്നുണ്ടെങ്കിലും ഫുൾ ടൈം ജോബ് ആണെങ്കിലും ഈ ഒരു കമ്പനി കൊടുക്കുന്നുണ്ട്. പലരും ഈ ഒരു യൂറോപ്പിൽ ജോലി കിട്ടാനായിട്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ സത്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു യൂറോപ്പിൽ തന്നെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. സോ ഒരുപാട് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻസിൽ ഒന്നായിട്ടുള്ള ഈ ഒരു ലിഡിൽ ഇപ്പോൾ ജർമ്മനി ഉൾപ്പെടെയുള്ള നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. സോ ഈ ഒരു ലിഡിലിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യൂറോപ്പിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിലുള്ള ഒരു കമ്പനിയാണ്. സോ നമ്മളിപ്പോൾ ഈ ഒരു ആമസോണിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെയർ ഹൗസ് ജോബുകളും അതുപോലെ തന്നെ ഈ ഒരു കൊറിയർ ജോബുകളൊക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഈ ഒരു ആമസോണിനെ പറ്റിയിട്ട്. സോ അതേപോലത്തെ ഒരു കമ്പനി തന്നെയാണ് ഈ ഒരു ലിഡിൽ എന്ന് പറയുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻസിലൊന്നാണ്. അതുപോലെ തന്നെ നല്ല സാലറിയാണ് കേട്ടോ. ഈ ഒരു ആമസോണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല സാലറിയാണ് ഇവർ കൊടുക്കുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടൈം ജോബുകൾ, പാർട്ട് ടൈം ജോബുകൾ, മിനി ജോബുകൾ, അതുപോലെ തന്നെ എൻട്രി ലെവൽ ജോബുകൾ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. ഈ ഒരു വെയർ ഹൗസ്, ലോജിസ്റ്റിക്സ്, സെയിൽസ്, കസ്റ്റമർ സർവീസ് ഇങ്ങനെയുള്ള പല കാറ്റഗറീസിലും ഹയറിംഗ് നടത്തുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ലിഡിലിൽ കരിയർ പോർട്ടൽ വഴി എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സാലറി, അതുപോലെ തന്നെ സോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ലിഡിൽ റിക്രൂട്ട്മെൻറ്റിൽ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലുള്ള പല യൂറോപ്യൻ കൺട്രീസിലെ രാജ്യങ്ങളും ഹയറിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യണ പ്രധാനമായിട്ടുള്ള ഹയറിങ് പറയുന്നത് ജർമ്മനി, നെതർലാൻഡ്, ലിത്വാനിയ, ബൾഗേറിയ, റൊമേനിയ ഇത്തരം രാജ്യങ്ങളിലേക്കാണ്. അതുപോലെ തന്നെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അവസരങ്ങൾ കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് റോൾസ് എന്ന് പറയുന്നത് ഈ ഒരു വെയർ ഹൗസ് വർക്കർ, ലോജിസ്റ്റിക് സ്റ്റാഫ്, സെയിൽസ് അസിസ്റ്റൻറ്റ്, സ്റ്റോർ എംപ്ലോയീസ്, സ്റ്റോക്ക് ക്ലർക്ക്, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, വർക്കിംഗ് സ്റ്റുഡൻറ്റ് ജോബ്സ്, മിനി ജോബ്സ്, ഫുൾ ടൈം ജോബ്സ് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ജോബ് റോൾസ് പറയുക. പിന്നെ സാലറിയുടെ കാര്യം, ഇപ്പോൾ നമുക്ക് ജർമ്മനിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വെയർ ഹൗസ് ജോബുകളിൽ പല പൊസിഷൻസിലൊക്കെ അപ് ടു 18 യൂറോ വരെ സാലറി കൊടുക്കുന്നുണ്ട്. അതായത് ഹവർലി ആണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ഹോളിഡേ ബോണസ്, ക്രിസ്മസ് ബോണസ്, ഹയർ ദാൻ മിനിമം വേജ്, സോ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇനി ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, അതായത് ഒരു യൂറോപാസിൻ്റെ CV ആയിരിക്കണം കേട്ടോ. സോ എങ്ങനെയാണ് ഈ ഒരു യൂറോപാസിൻ്റെ CV ഒക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നല്ലൊരു യൂറോപാസിൻ്റെ CV ഉണ്ടാക്കുക. പിന്നെ ഒരു കവർ ലെറ്റർ, അതും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. പിന്നെ വേണ്ടത് പാസ്പോർട്ട്, റെസിഡൻസ് പെർമിറ്റ്, അതായത് നിങ്ങൾ ആൾറെഡി ഇപ്പോൾ യൂറോപ്പിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ്, പിന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ വേറെ അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ്. സോ കൂടുതൽ ഡോക്യുമെൻറ്റ്, ഈ ഒരു അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈൽ അത്രയും സ്ട്രോങ് ആയിരിക്കും. ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു നമ്മൾ പറഞ്ഞു ഈ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് ഹോൾഡേഴ്സ്, റെസിഡൻസ് ഇൻ യൂറോപ്പിൽ ജീവിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ആളുകൾ അങ്ങനെ സ്പോൺസർഷിപ്പ് ജോബിന് പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ജോബ് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് നമ്മളിത് ഫ്രീ ആയിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. വെറും ഫ്രീ ഓഫ് കോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഇനി എന്തുകൊണ്ട് വൈ ചൂസ് ലിഡിൽ, എന്തുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒന്നും പല റോൾസിനും എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നില്ല. ഇനി എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഫ്രീ ഓൺലൈൻ ആപ്ലിക്കേഷൻ, നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. എൻട്രി ലെവൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ തൗസൻഡ്സ് ഓഫ് വാക്കൻസീസ് അക്രോസ് യൂറോപ്പിൽ. ഓക്കെ, സോ ഇനി എന്തായാലും ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടിയും പറയാണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ഇനി എന്തായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ കാണുന്നത് ലിഡിലിൻ്റെ ഇൻ്റർഫേസ് ആണ് കേട്ടോ. നിങ്ങൾ നെറ്റിൽ കയറിയിട്ട് ഈ ലിഡിൽ നടിക്കുക. സോ ഇതാണ് ഇൻ്റർഫേസ് വരിക ലിഡിലിൻ്റെ. വെൽക്കം ടു ടീം ലിഡിൽ. നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ഏതൊക്കെ കൺട്രീസിലാണ് ലിഡിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ മാപ്പൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ എന്തായാലും നമുക്ക് ആദ്യം മേലെ ഇവിടെ ജോബ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്തായാലും അതിൽ പോവുക. ഓക്കെ, സോ നമുക്കിവിടെ എത്രത്തോളം ജോബുകൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്.
നമുക്കിവിടെ കൺട്രി നോക്കി നോക്കാം, ഏതൊക്കെ കൺട്രിയിലുണ്ട് എന്നുള്ളത് ഫുൾ ലിസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ. ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, അങ്ങനെ ഒരുപാട് കൺട്രീസിലുണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നോക്കി നോക്കാം. സോ ഞാനൊന്നും കൂടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലിഡിൽ ജർമ്മനി കരിയേഴ്സ് വേറെ ഇതിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും അടിയിൽ ലിഡിലിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ കയറുക. ഇത് ജർമ്മനിലാവും വരുന്നുണ്ടാവുക. നിങ്ങളിത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക കേട്ടോ. ഗൂഗിളിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് ചെയ്യുക. സോ നമുക്ക് ഇനി ഇവിടെ മേലെ ജോബ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അതിൽ പോവുക. ഓക്കെ, സോ നിങ്ങൾ അതിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പ് താഴെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്, അതായത് മിനി ജോബ്, പാർട്ട് ടൈം ജോബ്, ഫുൾ ടൈം ജോബ് എന്നൊക്കെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഫുൾ ടൈം ജോബ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, അതായത് ഇ കൊമേഴ്സ്, ബ്രാഞ്ച്, കസ്റ്റമർ സർവീസ്, മാർക്കറ്റിംഗ്, PR അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചും കൂടിയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനായിട്ട് വെയർ ഹൗസ് ഒന്ന് നോക്കുന്നുണ്ട്, അത് ടിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വെയർ ഹൗസിൽ എത്രത്തോളം 115 ജോബുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ. ഓക്കെ, ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവർ, സ്റ്റുഡൻറ്റ് ജോബ് ഇൻ ലോജിസ്റ്റിക്സ്, ഓക്കെ, വെയർ ഹൗസ് എംപ്ലോയി. ഞാൻ ജസ്റ്റ് ഈ ഒരു വെയർ ഹൗസ് എംപ്ലോയിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതിന് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എങ്ങനെയാണ്, എൻട്രി ലെവലാണോ അല്ലേ, സാലറി എത്രയാണ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, നമുക്കവിടെ കാണാൻ പറ്റും. അപ്ലൈ നൗ കൊടുക്കുക, ഈസി അപ്ലൈ. സോ നമുക്കിവിടെ ജെൻഡർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, അതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്യണത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക, നമ്മുടെ പോസ്റ്റൽ കോഡ്, ലൊക്കേഷൻ, കൺട്രി. ഓക്കെ, പിന്നെ നമ്മൾ CV, ഇവിടെ CV എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂറോപാസിൻ്റെ CV നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കവർ ലെറ്റർ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റെസിഡൻസ് പെർമിറ്റോ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എൻറോൾമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എത്ര നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ അത്രയും നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, സ്ട്രോങ് ആവും. ഓക്കെ, സോ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, ദെൻ അപ്ലൈ എന്നുള്ളത് കൊടുക്കുക. സോ ഇങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇപ്പോൾ എന്തുകൊണ്ടാണ് ലിഡിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ലിഡിൽ വഴി. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലിഡിലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെറും ഫ്രീ ആയിട്ട് തന്നെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരു പൈസ പോലും ഇതിന് ചിലവാക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ഇതിനാവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ലിഡിൽ കയറാനുള്ള അതിൻ്റെ ഡയറക്റ്റ് ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.